ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന സൂപ്പർ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 2 വലിയ നേന്ത്രപ്പഴം ഈ ഒരു രീതിയിൽ ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ ബദാം ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ കയ്യിലുള്ള ഏത് നട്ട്സും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഉടഞ്ഞു പോകുന്ന വിധത്തിൽ റോസ്റ്റ് ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടല്ല റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്, അല്ലാത്ത രീതിയിലാണ്. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. റെസിപ്പിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. ഞങ്ങളെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ടുള്ള മോൾഡ് ആദ്യം തന്നെ റെഡിയാക്കി വെക്കണം. അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച പഴത്തുനിന്ന് ഇത്തിരി ഇതിന് അടിയിലായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ ചൂടോട് കൂടി പെട്ടെന്ന് തന്നെ മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ആ ടൈമിൽ നമുക്കിതൊന്നും ചെയ്യാൻ സമയം കിട്ടില്ല, പെട്ടെന്ന് ഒഴിച്ച് കൊടുക്കേണ്ടതാണല്ലോ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ മോൾഡൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമ്മളിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. പാനിലേക്ക് 1/2 ലിറ്റർ പാലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/2 കപ്പ് അളവിൽ, അതായത് 250 ml കപ്പിൽ 1/2 കപ്പ് അളവിൽ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി 1/4 കപ്പ് അളവിൽ പാൽപ്പൊടി. ഇനി 250 ml കപ്പിൽ 1/2 കപ്പ് അളവിൽ 125 ml കപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. 2 പിഞ്ച് ഉപ്പ്, 1 ടീസ്പൂൺ വാനില എസൻസ്. വാനില എസൻസ് 1 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങളെ കയ്യിലില്ല അല്ലെങ്കിൽ താല്പര്യം ഇല്ലെങ്കിൽ തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതില്ലാതെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോഴൊന്നും നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട പിടിച്ച് നിൽക്കാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഒന്ന് തിളച്ച് തുടങ്ങുന്നവരെ ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നത്. തിളച്ച് തുടങ്ങിയാൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ കുറുക്കിയെടുക്കേണ്ടത്. ഇപ്പോൾ ഇതിവിടെ കുറുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കട്ട പിടിച്ച് നിൽക്കാത്ത രീതിയിൽ, അടിവശത്ത് കരിഞ്ഞ് പിടിക്കാത്ത രീതിയിൽ തന്നെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ അടിവശത്ത് പോയിട്ട് അങ്ങോട്ട് കരിഞ്ഞ് പിടിക്കും. ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കുക. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കോൺഫ്ലോർ ആയത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ റെഡിയായി വരും. ഇത്ര മതി. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ റെഡിയാക്കിയിട്ടുണ്ട്. ഇത്ര മതി. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇപ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച പഴം ഉണ്ടല്ലോ, പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചൂടോട് കൂടി തന്നെ നമ്മൾ റെഡിയാക്കി വെച്ച മോൾഡ് ഉണ്ടല്ലോ, മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
മോൾഡിലേക്ക് മൊത്തത്തിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നെയ്യ് തടവി ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടൊന്ന് ലെവലാക്കി എടുക്കുക. പെട്ടെന്ന് തന്നെ ലെവലാക്കി എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ സെറ്റായി വരും. ഇപ്പോൾ നമ്മൾ സ്പൂണ് വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇതിലേറെ ഇത്തിരി മുന്നേ തന്നെ ലെവൽ ചെയ്യണമായിരുന്നു കേട്ടോ. ഞാൻ ക്യാമറ ഒക്കെ റെഡിയാക്കി എടുക്കുമ്പോഴേക്ക് ഇത്തിരി ഒന്ന് സെറ്റായിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ഇത്തിരി നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചല്ലോ, അതിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് മുകളിലായിട്ടൊന്ന് ഒന്ന് വെച്ച് കൊടുക്കുക. വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുക്കുകയാണ്, നിർബന്ധമുള്ള കാര്യമല്ല. നമ്മൾ ആദ്യം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഗാർണിഷ് ചെയ്ത് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറാനായി മാറ്റി വെക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് അങ്ങനെയും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നന്നായിട്ട് ചൂടാറി സെറ്റായതിന് ശേഷം അങ്ങനെയും കഴിക്കാവുന്നതാണ്. നിങ്ങളെ താല്പര്യം പോലെ ചെയ്യാം. ഇത് ഏതായാലും ചൂടാറി സെറ്റാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ചൂടാറി സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, നന്നായിട്ട് തന്നെ സെറ്റായിട്ടുണ്ട്. ചൂടാറി വരുമ്പോൾ തന്നെ അരികുന്നൊക്കെ ഇങ്ങനെ വിട്ട് വരും കേട്ടോ. നമ്മൾ വിടുവിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അഥവാ എങ്ങാനും വിട്ട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളൊരു സ്പാച്ചിൽ വെച്ചിട്ട് സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിടുവിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഒരു പ്ലേറ്റ് വെച്ചിട്ട് പ്ലേറ്റിലേക്കൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കുക. ഇനി പതുക്കെ എടുത്ത് മാറ്റാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട്. പാലും കോൺഫ്ലവറും നേന്ത്രപ്പഴവും ഒക്കെ വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാവും, കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. ഇതിപ്പോൾ നമുക്കൊരു പാർട്ടി സ്പെഷ്യലായിട്ടൊക്കെ വീട്ടിൽ പാർട്ടിയൊക്കെ നടക്കുകയാണെങ്കിൽ പാർട്ടി സ്പെഷ്യലായിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. കോൺഫ്ലോറിൻ്റെ അളവ് കുറക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോരി കഴിക്കുന്ന വിധത്തിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. ചെറിയ ചെറിയ ബൗളിലൊക്കെ ആക്കി സെർവ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് നമ്മളെ പുഡിങ് ഇരിക്കുന്നത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെയാണ് കേട്ടോ, കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റാണ്. ഈ വശത്തുനിന്നും കാണിക്കാം. ഈ ഒരു രീതിയിലാണ് ഉള്ളത്. നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ് തന്നെയാണ്. ഇങ്ങനെ പഴമൊക്കെ ഉൾവശത്തൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ കഴിക്കാനൊക്കെ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. കാണാനൊക്കെ നല്ല ഭംഗിയാണല്ലോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമാവാതിരിക്കില്ല, തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടെ ഒന്ന് കമൻറ്റ്സ് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, റിപ്ലൈ തരുന്നതായിരിക്കും. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ല റെസിപ്പി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം.